തന്നെപ്പറ്റന്റെ ഉമ്മയെ പറ്റിയുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. അതിന് യാഗം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിന് കുതിരയെ കൊല്ലുകയോ പശുവിനെ കൊല്ലുകയോ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും സിദ്ധിക്കുകയില്ല. അതിനു വേണ്ടി ചെയ്യേണ്ടത് മനനം, നിധിധ്യാസനം, ശ്രവണം. ഗുരുവിന് കാര്യങ്ങൾ അറിയാം. കാര്യങ്ങൾ അറിഞ്ഞ ഗുരുവിന്റെ മുമ്പ് അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ശരിക്കുള്ള മറുപടി പറഞ്ഞു തരും. ഇതല്ലാതെ വേറെ വഴിയില്ല. പുസ്തകങ്ങളിൽ നിന്ന് ഇത് ലഭിക്കുകയില്ല. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അധ്യാപകരിൽ നിന്ന്, ഉപാധ്യായന്മാരിൽ നിന്ന് ലഭിക്കുന്നത് ഇതൊക്കെ അപരാവിദ്യ. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ അപരാവിദ്യ കൊണ്ട് പ്രയോജനമില്ല എന്നല്ല, അപരാവിദ്യ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സംസ്കാരത്തില് എല്ലാം വേദാന്തമൊന്നുമല്ല. ഇന്ത്യക്കാര് വിജ്ഞാന ശാഖകളിൽ എല്ലാറ്റിലും അവരുടേതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നോൺ യൂറോപ്യൻ മാത്തമാറ്റിക്സിനെ കുറിച്ച് ഒരു മലയാളി ഗ്രന്ഥകാരൻ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം. ദ ക്രെസ്റ്റ് ഓഫ് ദ പീകോക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മളെല്ലാം വിശേഷിക്കുന്ന പോലെ യുക്തിന് മാത്രമല്ല മാത്തമാറ്റിക്സ്, ജോമെട്രി മറ്റൊക്കെ ഉണ്ടാക്കിയത്. നമ്മുടെ രാജ്യത്ത് വലിയ ഗണിതശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. നിങ്ങൾ ആയുർവേദം പഠിപ്പിക്കാൻ പോവാണല്ലോ. ആയുർവേദത്തില് ബൗദ്ധന്മാരുടെ വലിയ സംഭാവന ഉണ്ടായിരുന്നു. ആയുർവേദത്തിന് ബൗദ്ധന്മാർ ഈശ്വരനിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ സെക്യുലർ സയൻസസ്, മെറ്റീരിയൽ സയൻസസ്, നാച്ചുറൽ സയൻസസ്, ഫിസിക്കൽ സയൻസസ്, ഇതിലെല്ലാം തന്നെ വളരെ കാര്യമായ സംഭാവനകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു തമാശയായിട്ട് പറയാമല്ലോ, ദ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ടു വേൾഡ് സയൻസ് ഇസ് 0 എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്നതല്ല അർത്ഥം. യഥാർത്ഥത്തില് ശൂന്യം, 0 എന്നുള്ളത് ഇന്ത്യയുടെ സംഭാവനയാണ് ഗണിതശാസ്ത്രത്തിന് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും എത്ര വലിയ പ്രതിഭയാണ് നമ്മുടെ പുരാതന മനീഷികൾക്ക് ഉണ്ടായിരുന്നത്.